ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പൂർണ്ണമായും തീരുമാനിച്ചത് മാരാർജി ഭവനിൽ നിന്നാണ്. ആർ എസ് എസിൻ്റെ വിദ്വേഷ പ്രചാരകൻ ടി ജി മോഹൻദാസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥി നേതാക്കൾക്ക് നേരെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നേരെ അങ്ങേയറ്റം വിഷമമിക്കുന്ന, അശ്ലീലം നിറഞ്ഞ, ബലാത്സംഗത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരു വീഡിയോ സന്ദേശം പ്രചരിപ്പിക്കുകയുണ്ടായി. അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് നാനാഭാഗത്തു നിന്നും മതനിരപേക്ഷരോടക്കമുള്ള സമൂഹം ഉയർത്തിക്കൊണ്ടുവന്നത്. പക്ഷെ അതൊന്നും കേരളത്തിലെ UDFൻ്റെ ഗവൺമെൻറ് കണ്ട ഭാവം നടിച്ചില്ല. അയാളെ ആ ഘട്ടത്തിൽ തന്നെ അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി ജയിലിലടക്കുന്നതിന് പകരം 11 ദിവസം അയാൾക്ക് സുഖമായി വിഹരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. വേണമെങ്കിൽ ഗവൺമെൻറ്റിന് അദ്ദേഹത്തിൻ്റെ വീഡിയോ സന്ദേശം നീക്കം ചെയ്യാൻ DGP വഴി മെറ്റയ്ക്ക് ഒരു മെയിൽ സന്ദേശം അയച്ചാൽ മതി. എന്നാൽ കഴിഞ്ഞ 11 ദിവസമായിട്ടും മെറ്റയ്ക്ക് അങ്ങനെ സന്ദേശം അയക്കാനോ അയാളെ കസ്റ്റഡിയിലെടുക്കാനോ അതുമായി ബന്ധപ്പെട്ട ഒരിടപെടലും ഗവൺമെൻറ് നടത്തിയില്ല. വ്യാപകമായി എതിർപ്പ്, വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോൾ മാത്രമാണ് ഒരു പേരിന് അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്ത് രക്ഷപ്പെടുത്തി എന്ന് വേണം പറയാൻ. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇന്നലെ CJM കോടതിയിൽ നടന്നിട്ടുള്ള വാദവും അത് ജഡ്ജിയുടെ കമൻ്റെല്ലാം നമ്മൾ കണ്ടല്ലോ. യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസിന് അറിയാഞ്ഞിട്ടാണോ ഇത്തരം കേസുകളിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ സംബന്ധിച്ച്? അപ്പോൾ ഈ നടപടിക്രമങ്ങൾ ആരാണ് തീരുമാനിച്ചത്? ഈ കേസ് സൂക്ഷ്മമായി നോക്കിയാൽ അറിയാം, ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പൂർണ്ണമായും തീരുമാനിച്ചത് മാരാർജി ഭവനിൽ നിന്നാണ്. അപ്പം മാരാർജി ഭവനിൽ നിന്ന് അറസ്റ്റ് നടപടികളും കാര്യങ്ങളുമെല്ലാം തീരുമാനിക്കുന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ ഭരണം മാറി. ആഭ്യന്തര വകുപ്പിൽ RSSന് യഥേഷ്ടം ഇടപെടാൻ വേണ്ടി കഴിയുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷത്തിലുള്ള ഉദാഹരണമായി ടി ജി മോഹൻദാസിൻ്റെ അറസ്റ്റും ജാമ്യമെല്ലാം മാറിയിരിക്കുകയാണ്. പോലീസ് അറിയാത്തതുകൊണ്ടല്ല, ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് പറ്റിയത്. ഇതിനകത്ത് എന്തെങ്കിലും നിലപാട് സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറാവുമോ? തയ്യാറാവില്ല. കാരണം 3 MLA മാർ മാത്രമേ BJPക്കുള്ളുവെങ്കിലും RSSന് പൂർണ്ണമായും അടിമപ്പെട്ട് നിൽക്കുന്നു ഗവൺമെൻറ് എന്ന് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ടാണ് വന്ദേ മാതരം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആലപിച്ചപ്പോഴും ഒന്നും മിണ്ടാതിരുന്നത്. അയ്യോ, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നായിരുന്നു അന്ന് പറഞ്ഞത്. ഇപ്പോൾ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി തന്നെ ഇത്തരം കാര്യങ്ങളിൽ സർക്കുലർ ഇറക്കി കൊടുക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിക്ക് അത് സംബന്ധിച്ചൊരു നിലപാട് ഉറക്കെ പറയാൻ കഴിയുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്ന എല്ലാ കാര്യങ്ങളും RSSന് സമ്പൂർണ്ണമായും വിധേയപ്പെട്ടിട്ടുള്ളതാണ്. ഞങ്ങൾ കേരളത്തിലെ ഗവർണറുമായി ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതെന്തെങ്കിലും വ്യക്തിപരമായ കാര്യമല്ല. കേരളത്തിൽ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ഗവൺമെൻറ്റിൻ്റെ നയം എന്ന് പറഞ്ഞാൽ കേന്ദ്രവുമായി യാതൊരുവിധ രാഷ്ട്രീയ വിയോജിപ്പും പ്രകടിപ്പിക്കേണ്ടതില്ല എന്നാണ്. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷത്തിന് ഉദാഹരണമായിരുന്നു നയപ്രഖ്യാപന പ്രസംഗം. ഒരു വരി കേന്ദ്രത്തെ നോവിപ്പിക്കുന്നത് ഉണ്ടായിട്ടില്ല. ബജറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വരി എഴുതി വച്ചിട്ടില്ല. കാരണം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളോട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന വിവേചനപരമായ കാര്യങ്ങൾ സംബന്ധിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് നികുതി ഇനത്തിലും മറ്റ് ആനുകൂല്യങ്ങളെല്ലാം ഭാഗമായി കൊടുക്കാനുള്ള കുടിശ്ശിക സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ കേസ് നടക്കുന്ന സാഹചര്യത്തിൽ അതിനെതിരായി ഒരക്ഷരം പറയാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ കേരളത്തിൻ്റെ മറ്റ് മന്ത്രിമാരോ തയ്യാറായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു, അയ്യോ ഞങ്ങൾ ഗവർണറുമായി ഏറ്റുമുട്ടാനില്ല എന്നാണ്. ഏത് MJ യൂണിവേഴ്സിറ്റിയിൽ RSSൻ്റെ നോമിനിയെ വെക്കുന്നു. കാർഷിക സർവകലാശാലയിൽ VC ആയിട്ട് RSS ലിസ്റ്റ് കൊടുത്ത ആളെ വെക്കുന്നു. 18 ആളെ സെനറ്റിലേക്ക് തിരികെ കയറ്റുന്നു. ഇങ്ങനെയെല്ലാം തിരികെ കയറ്റുന്ന സന്ദർഭത്തിൽ ഗവർണറുമായി ഏറ്റുമുട്ടുകയാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നതിന് പകരം ഞാൻ നിലപാട് ഉറക്കെ പറയും എന്ന് പറയേണ്ട മന്ത്രി ഞങ്ങൾ ഇതിനൊന്നുമില്ല എന്ന് പറയുന്ന നിലപാട് സ്വീകരിച്ചു. നമ്മൾ കണ്ടതാണ്. അപ്പോൾ തുടക്കം മുതൽ ഈ ടി ജി മോഹൻദാസിൻ്റെ അറസ്റ്റ് നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ RSSന് മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്ന ഒരു ഗവൺമെൻറ് സംവിധാനത്തെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ശക്തമായ പ്രതിഷേധം
മതനിരപേക്ഷ കേരളം ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് DYFI ആവശ്യം.